माता की जय। बोला भारत माता की जय। बोला കത്തിക്കാൻ കൊടുക്കും. ഒരു മുടിയിൽ അവിടെ ഇവിടെ ഒന്നും ആവാൻ പാടില്ല കേട്ടോ. जय जय बीजेपी जय बीजेपी जय जय बीजेपी സൈഡിലെ തലമുടിയിലേക്ക് വീഴല്ലേ. जय जय भारत माता जय जय भारत माता जय जय भारत माता जय जय भारत माता നിങ്ങളറിഞ്ഞ നാട്ടാരെ പാവപ്പെട്ടൊരു ദളിത് യുവതിയെ പിച്ചിച്ചീതിയ പ്രശോഭേ കാമപ്രാന്ത പ്രശോഭേ ഇല്ല നിനക്ക് മാപ്പില്ല നീയും നിന്റെ ആശാന്മാരും ചേർന്ന് നടത്തിയ പീഡന കഥകൾ പാലക്കാട്ടിൻ ബാബു തുലയ്ക്കും MLA-യും കൗൺസിലറും കൂട്ടുനിൽക്കാൻ ഷാഫിയും കുടപിടിക്കാൻ രാഹുലും പാലക്കാട്ടെ വോട്ട് വാങ്ങിയ ഇല്ല മാപ്പില്ല. ജയ് ജയ് ഭാരത് മാതാ. നിങ്ങളറിഞ്ഞ നാട്ടാരെ പാവപ്പെട്ടൊരു ദളിത് യുവതിയെ പിച്ചിച്ചീതിയ പ്രശോഭേ ഇല്ല നിനക്ക് മാപ്പില്ല ജയ് ജയ് ബിജെപി ജയ് ജയ് ഭാരത് മാതാ. പാലക്കാട്ടെ സ്ത്രീകളുടെ ഭാവി തുലയ്ക്കും MLA-യും കൗൺസിലറും കൂട്ടുനിൽക്കാൻ ഷാഫിയും മാറ്റി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടോ? പന്തം പാലക്കാട്ടെ വോട്ട് വാങ്ങിയ വേറെ പന്തം വേണ്ട, ഇത് കെടൂലോ. പീഡനവീര രാഹുലേ പീഡനവീര പ്രശോഭേ ഇല്ല മാപ്പില്ല സ്ത്രീകളുടെ മുന്നിൽ നിനക്ക് മാപ്പില്ല ജയ് ജയ് ബിജെപി ജയ് ജയ് മഹിളാ മോർച്ച ജയ് ജയ് ഭാരത് മാതാ. നിങ്ങളറിഞ്ഞ നാട്ടാരെ പാവപ്പെട്ടൊരു ദളിത് യുവതിയെ പാലക്കാട്ടെ കൗൺസിലർ അതിനിടയിലാണ് ഇങ്ങനെ ഒരു കാരണം കഴിഞ്ഞ മണിക്കൂറുകൾ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഒരു മര്യാദയോ അല്ലെങ്കിൽ സ്ത്രീ സമൂഹത്തോട് ഒരു കാരുണ്യമോ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പാലക്കാടിന്റെ പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി ഉണ്ടാകുമായിരുന്നു. ഷാഫി പറമ്പലിന്റെ ഒളിത്താവളങ്ങൾ അന്വേഷിച്ചാൽ ഈ പ്രക്ഷോഭനെ പിടിക്കാം. കാരണം ഷാഫി പറമ്പലാണ്
വിജയത്തിന്റെ ആശാൻ. ഇത് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അപ്പൊ എന്തുകൊണ്ട് പോലീസ് ഈ ഷാഫി പറമ്പലിന്റെ ഒളിത്താവളങ്ങൾ അന്വേഷിക്കുന്നില്ല എന്നുള്ള ചോദ്യം, ആ ചോദ്യമാണ് ഇന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ഞങ്ങൾ വെക്കാൻ ആഗ്രഹിക്കുന്നത്. അടിയന്തരമായി പ്രക്ഷോഭന അറസ്റ്റ് ചെയ്യണം, ഷാഫി പറമ്പലിനെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറാകണം എന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം. ഈ UDF ആണെങ്കിൽ പരാതി പുറത്തു വന്നിട്ട് കൗൺസിലർസാണ് രാജിവെക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. അവരുടെ അല്ല, UDF-നെ സംബന്ധിച്ച്, ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് സ്ത്രീ പീഡകനുമായി ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ പെൺകുട്ടികളെ പിച്ചു ചീന്തിയാലും ഇവിടുത്തെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ലെങ്കിലും യാതൊരു തരത്തിലും അവരെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്നുള്ളതാണ്. എന്നാൽ അമ്മമാർക്കിടയിൽ, സ്ത്രീകൾക്കിടയിൽ ഇത്തരത്തിലുള്ള അന്യായം പാലക്കാടിന്റെ മണ്ണിൽ വെച്ചു പൊറപ്പിക്കില്ല എന്ന തീരുമാനമെടുത്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നത്. കൂടുതൽ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങളിലേക്കും പോകുന്ന തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ആണ്, പല പരിപാടികളും ഉണ്ടാവും. അപ്പൊ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പ്രതിഷേധങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അടിയന്തരമായി അറസ്റ്റ് ചെയ്ത് പറ്റൂ എന്നുള്ളതാണ്. അതിന് പോലീസ് തയ്യാറാകണം. പോലീസിനാകണം എവിടെയുണ്ട് പ്രക്ഷോഭെന്ന് ഷാഫി പറമ്പലിനെ ചോദ്യം ചെയ്യണം. സമ്മർദ്ദം പോലും ചെലുത്താത്ത എന്തുകൊണ്ടായിരിക്കണം? അല്ല, LDF-നെ സംബന്ധിച്ച് അവർക്ക് തല ഉയർത്തിപ്പിടിച്ചതെന്ന് പറയാൻ സാധിക്കും. സൈഡിൽ വെച്ചോളാം, മേത്തേക്കാവും. അതിലില്ല. MLA-യും കൗൺസിലറും നാണക്കേട് പാലക്കാടിന്. രാജിവെച്ചു പുറത്തു പോകൂ. നിങ്ങളറിഞ്ഞോ നാട്ടാരെ? മതി, ബാക്കി സൈഡിലേക്ക് ഇടാം. നിങ്ങളറിഞ്ഞോ നാട്ടാരെ? സൈഡിൽ കൊണ്ടുവച്ചിട്ട് വരും, സൈഡിൽ കൊണ്ടുവച്ച് വരും. പാവപ്പെട്ടൊരു ദളിതുവതിയെ പ്രക്ഷോഭേ കൂട്ടുപിടിക്കാൻ രാഹുലും പാലക്കാട്ടെ വോട്ട് വാങ്ങിയ പീഡനവീര രാഹുലേ, പാലക്കാട്ടെ വോട്ട് വാങ്ങിയ പീഡനവീര പ്രക്ഷോഭേ. ഇല്ല ഇല്ല മാപ്പില്ല, പാലക്കാട് ജനതയുടെ മാപ്പില്ല. ഇല്ല ഇല്ല മാപ്പില്ല. ആ ലൈറ്റുള്ള മീഡിയയുടെ ലൈറ്റ്, ക്യാമറക്കാർ അറിയില്ലേ? പാലക്കാട് ശ്രീ ശബ്ദം ആരിത് പറയുവതറിയില്ലേ? പാലക്കാടൻ മഹിളകളാണ് ഒന്നിച്ചൊന്നായി പറയുന്നു. രാജിവെക്കോ പുറത്തു പോകൂ, രാജിവെക്കോ പുറത്തു പോകൂ. നിങ്ങളറിഞ്ഞോ നാട്ടാരെ? നിങ്ങളറിഞ്ഞോ നാട്ടാരെ? പാവപ്പെട്ടൊരു പെൺകുട്ടിയെ പ്രതിഷേധം പ്രതിഷേധം മഹിളാ മോർച്ചയുടെ പ്രതിഷേധം പാലക്കാട്ടെ മഹിളയുടെ പ്രതിഷേധം പാലക്കാട്ടെ സ്ത്രീജനങ്ങളുടെ മാനത്തിന് ഉയർന്ന കൗൺസിലർ രാജിവെക്കില്ല, പോലീസ് അറസ്റ്റ് ചെയ്യാനാണ്. അതീ ഒരു
ഇത് ഇവരുടെ പോലീസ് ജീപ്പിൽ പോകാനുള്ള വഴി ഇതല്ലേ? പുറത്തേക്ക് ഇനി അവര് പോണ്ട. സൈഡിൽ നിന്നോ? അവിടെ സൈഡിൽ നിന്നോ? എത്ര മണിയായി? മൈക്കിന്റെ സമയമുണ്ടോ? മൈക്കിന്റെ സമയമുണ്ടോ? എത്ര മണിയായി സമയം? നമ്മള് പറയണതല്ലേ ഇപ്പൊ അവര് ബാരിക്കേഡ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അവര് കുറച്ചു നേരം പുറത്തേക്ക് പോണ്ട. കാര്യത്തിനൊരു തീരുമാനമാവട്ടെ. എന്നൊരു ലീഡറോ വീരന്മാരെ നിങ്ങൾക്കെതിരെ ഉയരുന്ന പ്രതിഷേധം കേരള നാടിൽ പ്രതിഷേധം നിങ്ങളറിഞ്ഞോ നാട്ടാരെ? പാവപ്പെട്ടൊരു ദളിത് യുവതിയെ പിച്ചിച്ചീതിയ പ്രക്ഷോഭേ, കാമപ്രാന്ത പ്രക്ഷോഭേ, ഇല്ല നിങ്ങൾക്ക് മാപ്പില്ല, നീയും നിന്റെ ആശാന്മാരും പ്രക്ഷോഭേ
മുട്ടിലിഴഞ്ഞു നടക്കുന്നേ. മുട്ടിലിഴഞ്ഞു നടക്കുന്നേ. ജയ് ജയ് ബിജെപി. പ്രതിഷേധം പ്രതിഷേധം. ബിജെപിയുടെ പ്രതിഷേധം. പെണ്ണും പെണ്ണും പിടിച്ചു നടക്കും. പെണ്ണും പെണ്ണും പിടിച്ചു നടക്കും. MLA-യുടെ കൂട്ടുകാരാ. രാഹുലിന്റെ കൂട്ടുകാരാ. രാഹുലിന്റെ കൂട്ടുകാരാ. ഷാഫിയുടെ കൂട്ടുകാരാ. പ്രക്ഷോഭത്തിന് വെല്ലുവിളിയെ. പ്രക്ഷോഭത്തിന് വെല്ലുവിളിയെ. എന്താണ് ഈ രാജിവെച്ച് പുറത്തു പോകും. അതായത് ഈ നിമിഷം വരെ പാലക്കാടിന്റെ പോലീസ് അധികാരികൾക്ക് പ്രക്ഷോഭിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ പ്രക്ഷോഭിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഷാഫി പറമ്പലിന്റെ ഒളിത്താവളങ്ങൾ കാണണം. ഷാഫി പറമ്പലിനെ ചോദ്യം ചെയ്യാൻ ഇതുവരെ ഈ പാലക്കാടിലെ പോലീസ് തയ്യാറായിട്ടില്ല. ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, ഞാൻ ആരുമില്ലാത്ത ഒരു കുട്ടിയായിരുന്നു. എന്നെ പീഡിപ്പിക്കുമ്പോൾ ഷാഫി പറമ്പലിനെ ഫോൺ വിളിച്ച് വീഡിയോ കോൾ വിളിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പലിനെ സ്വമേധയാ ചോദ്യം ചെയ്യാൻ കേരള പോലീസിന് അറിയില്ലേ? അപ്പൊ ഒരു സ്ത്രീ തന്റെ മാനത്തിന് വില പറഞ്ഞവനെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചൂണ്ടിക്കാട്ടിയിട്ടും അവനെ കസ്റ്റഡിയിലെടുക്കാൻ, അവനെ ചോദ്യം ചെയ്യാൻ ഈ പാലക്കാടിലെ പോലീസ് അധികാരികൾ തയ്യാറായില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ രാത്രിയിൽ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിനിടയിലും ഈ പ്രതിഷേധവുമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അല്ല, പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് പാലക്കാടിന്റെ പോലീസ് അധികാരി പിണറായി വിജയനോട് വിളിച്ച് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. കാരണം ഷാഫി പറമ്പലിന് സെക്യൂരിറ്റി പോകലാണോ പാലക്കാട് SP-യുടെ ചുമതല എന്ന് അവർ പൊതുസമൂഹത്തോട് പറഞ്ഞാൽ മതി. വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് ഇപ്പോൾ BJP-യുടെ തീരുമാനം. അതോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെയുള്ള ലൈംഗിക പീഡനം. ജയ് ജയ് ബിജെപി. ജയ് ജയ് ബിജെപി. ജയ് ജയ് ബിജെപി. ജയ് ജയ് ബിജെപി. ജയ് ജയ് ഭാരത് മാതാ. ജയ് ജയ് ഭാരത് മാതാ. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ? നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ? പാവപ്പെട്ടൊരു ദളിത് യുവതിയെ. പാവപ്പെട്ടൊരു ദളിത് യുവതിയെ. പിച്ചിച്ചീന്തിയ പ്രക്ഷോഭേ. പിച്ചിച്ചീന്തിയ പ്രക്ഷോഭേ. പിച്ചിച്ചീന്തിയ പ്രക്ഷോഭേ. പിച്ചിച്ചീന്തിയ പ്രക്ഷോഭേ. കാമപ്രാന്ത പ്രക്ഷോഭേ. കാമപ്രാന്ത പ്രക്ഷോഭേ. ഇല്ല നിനക്ക് മാപ്പില്ല. ഇല്ല നിനക്ക് മാപ്പില്ല. ഇല്ല നിനക്ക് മാപ്പില്ല. ഇല്ല നിനക്ക് മാപ്പില്ല. നീയും നിന്റെ ആശാന്മാരും. നീയും നിന്റെ ആശാന്മാരും ചേർന്ന് നടത്തിയ പീഡനകഥകൾ. ചേർന്ന് നടത്തിയ പീഡനകഥകൾ. ചേർന്ന് നടത്തിയ പീഡനകഥകൾ. ചേർന്ന് നടത്തിയ പീഡനകഥകൾ. പാലക്കാട്ടിൽ ഭാവി തുലയ്ക്കും. പാലക്കാട്ടിൽ ഭാവി തുലയ്ക്കും. പാലക്കാട്ടിൽ ഭാവി തുലയ്ക്കും. പാലക്കാട്ടിൽ ഭാവി തുലയ്ക്കും. MLA-യും കൗൺസിലറും. MLA-യും കൗൺസിലറും. MLA-യും കൗൺസിലറും. MLA-യും കൗൺസിലറും കൂട്ടുനിൽക്കാൻ ഷാഫിയും. കൂട്ടുനിൽക്കാൻ ഷാഫിയും. കൂട്ടുനിൽക്കാൻ ഷാഫിയും. കൂട്ടുനിൽക്കാൻ ഷാഫിയും. കുടപിടിക്കാൻ രാഹുലും. കുടപിടിക്കാൻ രാഹുലും. കുടപിടിക്കാൻ രാഹുലും. കുടപിടിക്കാൻ രാഹുലും. പ്രശാന്തന്റെ പോലീസ് അവനുണ്ട്. അവര് ബാരിക്കേഡ് മാറ്റി നമ്മളിവിടെ ഇരിക്കുക കുറെ നേരം. പീഡനവീര പ്രക്ഷോഭേ. പീഡനവീര പ്രക്ഷോഭേ. ഇല്ല ഇല്ല മാപ്പില്ല. ഇല്ല ഇല്ല മാപ്പില്ല. ഇല്ല ഇല്ല മാപ്പില്ല. ഇല്ല ഇല്ല മാപ്പില്ല. അയ്യയ്യേ ഇത് നാണക്കേട്. അയ്യയ്യേ ഇത് നാണക്കേട്. അയ്യയ്യേ ഇത് നാണക്കേട്. അയ്യയ്യേ ഇത് നാണക്കേട്. നാണോ മാനോ മുഴുപ്പുണ്ടെങ്കിൽ. നാണോ മാനോ മുഴുപ്പുണ്ടെങ്കിൽ രാജിവെച്ചോ പോ പുറത്ത്. രാജിവെച്ചോ പോ പുറത്ത്. രാജിവെച്ചോ പോ പുറത്ത്. രാജിവെച്ചോ പോ പുറത്ത്. അയ്യയ്യേ ഇത് നാണക്കേട്. അയ്യയ്യേ ഇത് നാണക്കേട്. നാണോ മാനോ മുഴുപ്പുണ്ടെങ്കിൽ. നാണോ മാനോ മുഴുപ്പുണ്ടെങ്കിൽ രാജിവെച്ചോ പോ പുറത്ത്. രാജിവെച്ചോ പോ പുറത്ത്. രാജിവെച്ചോ പോ പുറത്ത്. രാജിവെച്ചോ പോ പുറത്ത്. നിങ്ങളറിഞ്ഞോ നാട്ടാരെ? നിങ്ങളറിഞ്ഞോ നാട്ടാരെ? നിങ്ങളറിഞ്ഞോ നാട്ടാരെ? നിങ്ങളറിഞ്ഞോ നാട്ടാരെ? പാവപ്പെട്ടൊരു ദളിത് യുവതിയെ. പാവപ്പെട്ടൊരു ദളിത് യുവതിയെ. പിച്ചിച്ചീന്തിയ പ്രക്ഷോഭേ. പിച്ചിച്ചീന്തിയ പ്രക്ഷോഭേ. കാമപ്രാന്ത പ്രക്ഷോഭേ. കാമപ്രാന്ത പ്രക്ഷോഭേ. ഇല്ല നിനക്ക് മാപ്പില്ല. ഇല്ല നിനക്ക് മാപ്പില്ല. ഇല്ല നിനക്ക് മാപ്പില്ല. ഇല്ല നിനക്ക് മാപ്പില്ല. ആരിത് പറയുന്നറിയാമോ? ആരിത് പറയുന്നറിയാമോ? മഹിളാ മോർച്ച പറയുന്നേ. മഹിളാ മോർച്ച പറയുന്നേ. മഹിളാ മോർച്ച പറയുന്നേ. മഹിളാ മോർച്ച
മൈക്കിന്റെ ടൈം കഴിഞ്ഞ മൈക്കിന്റെ ടൈം കഴിഞ്ഞിട്ട് 10 മണിക്കൂർ അവിടെ പുറകില് जय जय भारत माता, जय जय भारत माता, जय जय बीजेपी, जय जय बीजेपी, जय जय बीजेपी, जय जय बीजेपी. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, പാവപ്പെട്ടൊരു ദളിത് യുവതിയെ, പാവപ്പെട്ടൊരു ദളിത് യുവതിയെ പിച്ചിച്ചീന്തിയ പ്രക്ഷോഭേ, പിച്ചിച്ചീന്തിയ പ്രക്ഷോഭേ, കാമഭ്രാന്ത പ്രക്ഷോഭേ, കാമഭ്രാന്ത പ്രക്ഷോഭേ, ഇല്ല നിനക്ക് മാപ്പില്ല, ഇല്ല നിനക്ക് മാപ്പില്ല, ഇല്ല നിനക്ക് മാപ്പില്ല, ഇല്ല നിനക്ക് മാപ്പില്ല. നീയും നിന്റെ ആശാന്മാരും, നീയും നിന്റെ ആശാന്മാരും, നീയും നിന്റെ ആശാന്മാരും, നീയും നിന്റെ ആശാന്മാരും. അടുത്ത നമ്മൾ ഉന്നയിക്കണം ഒരു ചർച്ചയ്ക്ക് കാര്യം ചെയ്യണ്ട. നമ്മുടെ ആവശ്യം നമ്മള് പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ മിനിങ്ങാന്നും ഒരു മിനിറ്റ്, ഇന്നലെ മിനിങ്ങാന്നും ഈ പോലീസ് അധികാരികളോട് നമ്മൾ ആവശ്യപ്പെട്ടത് ഈ പ്രക്ഷോഭനെ പിടിക്കണം എന്നാണ്. പ്രക്ഷോഭനെ പിടിക്കാത്ത പോലീസ് എന്തുകൊണ്ടാണ് പ്രക്ഷോഭനെ പിടിക്കാത്തത്? പ്രക്ഷോഭന്റെ ആശാൻ ഷാഫി പറമ്പിലാണെന്നും ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന സമയത്ത് വീഡിയോ കോൾ വിളിച്ച് ആശാനെ കാണിച്ചു കൊടുത്തു എന്നും പെൺകുട്ടി പറഞ്ഞാൽ ഈ തൊപ്പിയിട്ട് നിൽക്കുന്നവർക്ക് പോലീസിനെ പിടിക്കാൻ അറിയില്ലേ? അത് പിടിക്കണം, അല്ലെങ്കിൽ ഉറപ്പ് കിട്ടണം. ഷാഫി പറമ്പിലിനെ ചോദ്യം ചെയ്യണം. കാരണം ആശാനെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുത്തുവെന്ന് ഒരു പെൺകുട്ടി പറഞ്ഞാൽ അത് അന്വേഷിക്കാൻ എന്താ പാലക്കാട്ടിലെ പോലീസിന് ബാധ്യതയില്ലേ? അത് അവരന്വേഷിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പ്രതിഷേധിക്കും. ഇപ്പൊ മൈക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഒന്നും മുദ്രാവാക്യം നമുക്ക് സൗകര്യം വിളിച്ചാൽ മതി. ഇപ്പൊ ഒരു ബാരിക്കേഡ് വെച്ചിട്ടുണ്ടല്ലോ, ഇവിടെ വലിയ പട്ടാളമൊന്നല്ലോ നമ്മൾ കൊണ്ടുവന്നത്. അപ്പൊ 10 സ്ത്രീകളുടെ ഒരു സമരം കണ്ടപ്പോ ഈ പോലീസിന് ഇത്രയും വലിയ ബാരിക്കേഡ് വെച്ചിട്ടുണ്ടല്ലോ. ബാരിക്കേഡ് വെച്ചാൽ നിങ്ങളുടെ ബാരിക്കേഡ് പൊളിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങള് 3000-4000 ആളെ ഇറക്കാൻ 1 മിനിറ്റ് വേണ്ട BJP വിചാരിച്ചാൽ. അതിനല്ല ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് സമരത്തിനാണ്. ഇതിന് മറുപടി പാലക്കാടിന്റെ SP പറയണം, കേരളത്തിലെ ജനങ്ങളോട്, ഇവിടുത്തെ പൊതുസമൂഹത്തോട് പറയണം. നിങ്ങളുടെ വീട്ടിലും പെൺകുട്ടികളുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രക്ഷോഭനെ ഇതുവരെ കസ്റ്റഡിയിൽ എടുക്കാത്തത്? അതിന്റെ ഉത്തരം കേരളം കാത്തിരിക്കുകയാണ്. പ്രക്ഷോഭന്റെ ആശാനെ എന്താ നിങ്ങൾ ചോദ്യം ചെയ്യാത്തത്? പ്രക്ഷോഭന്റെ ആശാനെ നിങ്ങൾ ചോദ്യം ചെയ്തിരിക്കണം. ഈ നിയമം, നീതി അത് എല്ലാ പെൺകുട്ടികൾക്കും കൂടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധമായിട്ട് വന്നത്. ഇങ്ങനെ തിരിഞ്ഞു വരാൻ അറിയാഞ്ഞിട്ടല്ല. നിങ്ങൾ കണ്ടല്ലോ, BJPയുടെ തെരഞ്ഞെടുപ്പ് ദിവസം എത്ര ആയിരക്കണക്കിന് ആളുകളാണ് ഈ പാലക്കാട് ഉണ്ടായിരുന്നത്. വിളിക്കാൻ അറിയാഞ്ഞിട്ടല്ല. ഇത് അമ്മമാരുടെ ധാർമ്മികമായിട്ടുള്ള സമരമാണ്. വിട്ടുവീഴ്ചയില്ലാതെ ക്രിമിനലുകളെ പിടിച്ചില്ലെങ്കിൽ പഴയ പാലക്കാടല്ല ഇത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന്റെ വെറും സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. കേരള BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിലാണ്. ദേശീയ മഹിളാ സമന്വയ സമിതിയുടെ ഓൾ ഇന്ത്യ എക്സിക്യൂട്ടീവ് മെമ്പർ എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. പോലീസ് അധികാരികൾ മൗനം വെടിഞ്ഞില്ലെങ്കിൽ ഇത് തീക്കളിയാവും എന്ന് സൂചിപ്പിക്കാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെ ഇരിക്കുക, മുദ്രാവാക്യം വിളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇരിക്കുക, അവര് പറയണം എന്താണ് അടുത്ത അവരുടെ നടപടിയെന്ന്. നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഉണ്ടേ. എന്താണ് വിളിക്കാൻ? അല്ലല്ല, മൈക്ക് വിളിക്കണ്ട. 10 മണിയായില്ലേ, ഇനി മൈക്ക് വേണ്ട. ഞങ്ങള് നിയമത്തെ മാനിക്കുന്നു. बोलो भारत माता के जय, बोलो भारत माता के जय, जय जय बीजेपी, जय जय बीजेपी, जय जय बीजेपी, जय जय बीजेपी, जय जय भारत माता, जय जय भारत माता. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, പാവപ്പെട്ടൊരു ദളിത് യുവതിയെ, പാവപ്പെട്ടൊരു ദളിത് യുവതിയെ പിച്ചിച്ചീന്തിയ പ്രക്ഷോഭേ, പിച്ചിച്ചീന്തിയ പ്രക്ഷോഭേ, കാമഭ്രാന്ത പ്രക്ഷോഭേ, കാമഭ്രാന്ത പ്രക്ഷോഭേ, കാമഭ്രാന്ത പ്രക്ഷോഭേ, കാമഭ്രാന്ത പ്രക്ഷോഭേ, ഇല്ല നിനക്ക് മാപ്പില്ല, ഇല്ല നിനക്ക്
ഇല്ല നിനക്ക് മാപ്പില്ല. ഇല്ല നിനക്ക് മാപ്പില്ല. നീയും നിന്റെ ആശാന്മാരും നീയും നിന്റെ ആശാന്മാരും നീയും നിന്റെ ആശാന്മാരും നീയും നിന്റെ ആശാന്മാരും ചേർന്ന് നടത്തിയ പീഡന കഥകൾ ചേർന്ന് നടത്തിയ പീഡനകഥകൾ ചേർന്ന് നടത്തിയ പീഡന കഥകൾ ചേർന്ന് നടത്തിയ പീഡനകഥകൾ പാലക്കാട്ടെ ഭാവി തുലയ്ക്കും പാലക്കാട്ടെ ഭാവി തുലയ്ക്കും പാലക്കാട്ടൻ ഭാവി തുലയ്ക്കും പാലക്കാട്ടെ ഭാവി തുലയ്ക്കും MLA-യും കൗൺസിലറും MLA-യും കൗൺസിലറും കൂട്ടുനിൽക്കാൻ ഷാഫിയും കൂട്ടുനിൽക്കാൻ ഷാഫിയും കുടപിടിക്കാൻ രാഹുലും കുടപിടിക്കാൻ രാഹുലും പാലക്കാട്ടെ വോട്ട് വാങ്ങിയ പാലക്കാട്ടെ വോട്ട് വാങ്ങിയ പീഡനവീര രാഹുലേ പീഡനവീര രാഹുലേ പീഡനവീര പ്രക്ഷോഭേ പീഡനവീര പ്രക്ഷോഭേ ഇല്ല ഇല്ല മാപ്പില്ല ഇല്ല ഇല്ല മാപ്പില്ല ഇല്ല ഇല്ല മാപ്പില്ല ഇല്ല ഇല്ല മാപ്പില്ല അയ്യയ്യേ ഇത് നാണക്കേട് അയ്യയ്യേ ഇത് നാണക്കേട് അയ്യയ്യേ ഇത് നാണക്കേട് അയ്യയ്യേ ഇത് നാണക്കേട് നാണോ മാനോ മുളുപ്പുണ്ടെങ്കിൽ നാണോ മാനോ ഉറപ്പുണ്ടെങ്കിൽ രാജിവെക്കാൻ പോ പുറത്ത് രാജിവെച്ച് പോ പുറത്ത് രാജിവെക്കാൻ പോ പുറത്ത് രാജിവെച്ച് പോ പുറത്ത് ജയ് ജയ് BJP ജയ് ജയ് ബിജെപി ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് BJP ജയ് ജയ് ബിജെപി ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് മഹിളാ മോർച്ച ജയ് ജയ് മഹിളാ മോർച്ച പ്രതിഷേധം 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 മഹിളാ മോർച്ചയുടെ പ്രതിഷേധം മഹിളാ മോർച്ചയുടെ പ്രതിഷേധം 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 മഹിളാ മോർച്ചയുടെ പ്രതിഷേധം മഹിളാ മോർച്ചയുടെ പ്രതിഷേധം നിങ്ങൾ അറിഞ്ഞ നാട്ടാരെ നിങ്ങൾ അറിഞ്ഞ നാട്ടാരെ പാവപ്പെട്ടൊരു ദളിത് യുവതിയെ പാവപ്പെട്ടൊരു ദളിത് യുവതിയെ പിച്ചി ചീന്തിയ പ്രക്ഷോഭേ പിച്ചി ചീന്തിയ പ്രക്ഷോഭേ കാമപ്രാന്ത പ്രക്ഷോഭേ കാമപ്രാന്ത പ്രക്ഷോഭേ ഇല്ല നിനക്ക് മാപ്പില്ല ഇല്ല നിനക്ക് മാപ്പില്ല നീയും നിന്റെ ആശാന്മാരും നീയും നിന്റെ ആശാന്മാരും ചേർന്ന് നടത്തിയ പീഡന കഥകൾ ചേർന്ന് നടത്തിയ പീഡനകഥകൾ പാലക്കാട്ടിൻ സ്ത്രീകളുടെ ഭാവി തുലയ്ക്കും പാലക്കാട്ടെ സ്ത്രീകളുടെ MLA-യും കൗൺസിലറും MLA-യും കൗൺസിലറും കൂട്ടുനിൽക്കാൻ ഷാഫിയും കൂട്ടുനിൽക്കാൻ ഷാഫിയും കുടപിടിക്കാൻ രാഹുലും കുടപിടിക്കാൻ രാഹുലും പാലക്കാട്ടിൻ വോട്ട് വാങ്ങിയ പാലക്കാട്ടിൽ വോട്ട് വാങ്ങിയ പീഡനവീര രാഹുലേ പീഡനവീര രാഹുലേ പീഡനവീര പ്രക്ഷോഭേ പീഡനവീര പ്രക്ഷോഭേ ഇല്ല ഇല്ല മാപ്പില്ല ഇല്ല ഇല്ല മാപ്പില്ല ഇല്ല ഇല്ല മാപ്പില്ല ഇല്ല ഇല്ല മാപ്പില്ല പ്രതിഷേധം 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 മഹിളാ മോർച്ചയുടെ പ്രതിഷേധം മഹിളാ മോർച്ചയുടെ പ്രതിഷേധം 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 മഹിളാ മോർച്ചയുടെ പ്രതിഷേധം മഹിളാ മോർച്ചയുടെ പ്രതിഷേധം ജയ് ജയ് BJP ജയ് ജയ് ബിജെപി ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ഭാരത് മാതാ നിങ്ങളറിഞ്ഞോ നാട്ടാരെ നിങ്ങൾ അറിഞ്ഞ നാട്ടാരെ നിങ്ങളറിഞ്ഞോ നാട്ടാരെ നിങ്ങൾ അറിഞ്ഞ നാട്ടാരെ പാവപ്പെട്ടൊരു ദളിത് യുവതിയെ പാവപ്പെട്ട ദളിത് യുവതിയെ പിച്ചി ചീന്തിയ പ്രക്ഷോഭേ പിച്ചി ചീന്തിയ പ്രക്ഷോഭേ കാമപ്രാന്ത പ്രക്ഷോഭേ കാമപ്രാന്ത പ്രക്ഷോഭേ ഇല്ല നിനക്ക് മാപ്പില്ല ഇല്ല നിനക്ക് മാപ്പില്ല ഇല്ല നിനക്ക് മാപ്പില്ല ഇല്ല നിനക്ക് മാപ്പില്ല നീയും നിന്റെ ആശാന്മാരും നീയും നിന്റെ ആശാന്മാരും നീയും നിന്റെ ആശാന്മാരും നീയും നിന്റെ ആശാന്മാരും ചേർന്ന് നടത്തിയ പീഡന കഥകൾ ചേർന്ന് നടത്തിയ പീഡനകഥകൾ ചേർന്ന് നടത്തിയ പീഡന കഥകൾ ചേർന്ന് നടത്തിയ പീഡനകഥകൾ പാലക്കാട്ടിൻ ഭാവി തുലയ്ക്കും പാലക്കാട്ടിൽ ഭാവി തുലയ്ക്കും MLA-യും കൗൺസിലറും MLA-യും കൗൺസിലറും കൂട്ടുനിൽക്കാൻ ഷാഫിയും കൂട്ടുനിൽക്കാൻ ഷാഫിയും കുടപിടിക്കാൻ രാഹുലും കുടപിടിക്കാൻ രാഹുലും പാലക്കാട്ടെ വോട്ട് വാങ്ങിയ പാലക്കാട്ടെ വോട്ട് വാങ്ങിയ പീഡനവീര രാഹുലേ പീഡനവീര രാഹുലേ പീഡനവീര പ്രക്ഷോഭേ പീഡനവീര പ്രക്ഷോഭേ ഇല്ല ഇല്ല മാപ്പില്ല ഇല്ല ഇല്ല മാപ്പില്ല ഇല്ല ഇല്ല മാപ്പില്ല ഇല്ല ഇല്ല മാപ്പില്ല അയ്യയ്യേ ഇത് നാണക്കേട് അയ്യയ്യേ ഇത് നാണക്കേട് അയ്യയ്യേ ഇത് നാണക്കേട് അയ്യയ്യേ ഇത് നാണക്കേട് നാണോ മാനോ മുഴുപ്പുണ്ടെങ്കിൽ നാണോ മാനോ ഉറപ്പുണ്ടെങ്കിൽ രാജിവെക്കാൻ പോ പുറത്ത് രാജിവെച്ച് പോ പുറത്ത് രാജിവെക്കാൻ പോ പുറത്ത് രാജിവെച്ച് പോ പുറത്ത് ജയ് ജയ് BJP ജയ് ജയ് ബിജെപി ജയ് ജയ് മഹിളാ മോർച്ച ജയ് ജയ് മഹിളാ മോർച്ച ജയ് ജയ് മഹിളാ മോർച്ച ജയ് ജയ് മഹിളാ മോർച്ച പ്രതിഷേധം 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 ചോദിക്കാം.
ചോദിക്കാം, ഏത് സാഹചര്യത്തിൽ, അതായത് ഈ ഇവിടെ നിന്നും കൃത്യമായ ഒരു ഉറപ്പ് ലഭിക്കാതെ പിരിഞ്ഞു പോവില്ല എന്നുള്ളത് തന്നെയാണ് നിലപാട്. അല്ല, പോലീസ് അധികാരികൾക്ക് ഈ സമൂഹത്തോടൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യതയെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവർ നടത്തിയിട്ടുള്ള ഈ ഹീനമായിട്ടുള്ള ജോലിയുണ്ടല്ലോ, അതായത് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട് അവളുടെ പരാതി പൊതുസമൂഹത്തിന്റെ മുന്നിൽ അറിയിച്ചു കഴിഞ്ഞാൽ എടുക്കേണ്ട നടപടിക്രമങ്ങളും നിയമപരമായിട്ടുള്ള തീരുമാനങ്ങളും അത് പോലീസ് അധികാരികൾക്കറിയാം. അപ്പോ എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെ ഈ നിമിഷം വരെ പോലീസ് ചോദ്യം ചെയ്യാത്തത്? അതിന്റെ കാരണം എന്താണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് അറിയും. അപ്പൊ അതുകൊണ്ട് ഇത് ഞങ്ങളുടെ പ്രതിഷേധ സമരമാണ്. തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, ധാരാളം ആളുകൾ പുറത്തുണ്ട്. പക്ഷേ ഈ ഗേറ്റിന് മുന്നിലേക്ക് ഒരൊറ്റ BJPയുടെ പുരുഷന്മാരും വരണ്ട എന്നുള്ളത് ഞങ്ങൾ മഹിളാ മോർച്ചയുടെ തീരുമാനമാണ്. അപ്പൊ ഇവിടെ ഞങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കുന്നു. ഉത്തരം കേരള സമൂഹത്തോട് പറയേണ്ടത് ഈ ഇവിടുത്തെ പോലീസ് അധികാരിയാണ്. അതായത് ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ കൃത്യമായിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ കോൾ ചെയ്തു, തന്റെ ആശാനാണ് ഷാഫി എന്നുൾപ്പെടെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് ഷാഫിയെ വീഡിയോ കോൾ ചെയ്തു, ഈ പെൺകുട്ടി ഷാഫിയെ കണ്ടു, അതുപോലെ തന്നെ ഷാഫി തിരിച്ചും പെൺകുട്ടിയെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതില് കൃത്യമായിട്ട് കൂടുതൽ അന്വേഷണം വേണ്ടതുണ്ട്, അതിന് ഷാഫിയെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അല്ല, ഷാഫി പറമ്പലിനെ ചോദ്യം ചെയ്യാമല്ലോ. ഷാഫി പറമ്പലിനെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുത്തുവെന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഈ പെൺകുട്ടി പറഞ്ഞാൽ എന്താ ഷാഫിയെ ചോദ്യം ചെയ്യാൻ പറ്റാത്തത്? ഷാഫിയാണോ പാലക്കാടിന്റെ SP? ഷാഫിയെ ചോദ്യം ചെയ്യാൻ എന്താ തടസ്സം? എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത്? എന്നിട്ട് കേരളത്തിൽ ഇപ്പൊ രാഹുൽ ഗാന്ധി പറയുകയാണ് സ്ത്രീ മുഖ്യമന്ത്രി വേണം. സ്വന്തം പാർട്ടിയിൽ ഒരുത്തൻ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ ഈ സ്ത്രീ പഠനത്തെ കുറിച്ച്. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ചോദിച്ചപ്പോ അതിന് പോലും ഉത്തരം പറയാൻ സാധിക്കാത്ത ഇവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥി ഇവിടെ ഇത്തരത്തിലുള്ള പീഡന പരമ്പരകൾക്ക് കൂടെ നിൽക്കുന്നവർ കൂട്ടുനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടും എന്താണ് ആർജവമുണ്ടെങ്കിൽ ഇതിനെതിരെ ഒരു അക്ഷരം മിണ്ടാത്തത്? എന്തുകൊണ്ടാണ് ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത്? അതെന്താ പോലീസിന് പിടിക്കാൻ പറ്റാത്തത്? അപ്പൊ പോലീസ് പെരുമാറുന്നത് ഇവിടെ ഇത്രയും കാലം ഇവിടുത്തെ പോലീസ് ഇവിടുത്തെ MLAയുടെ അടിമയായിരുന്നോ? അതാണ് നമ്മുടെ ചോദ്യം. ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയായവനെ ചോദ്യം ചെയ്യാൻ സാധിക്കാതെ, പിടിക്കാൻ സാധിക്കാതെ, അറസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ തൊപ്പിയൂരി ഇവിടുത്തെ ഷാഫി പറമ്പലിന്റെ കാൽക്കൽ പണയം വെച്ചിരിക്കുകയാണോ ഇവിടുത്തെ പാലക്കാടിലെ പോലീസ്? ആ ചോദ്യമാണ് കേരളത്തിന്റെ പൊതുസമൂഹം ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം പറയണം പോലീസ് അധികാരികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരവുമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമൊക്കെ 1 മണി 2 മണി വരെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയാണ്. ആ വിലപ്പെട്ട സമയം മാറ്റിവെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ സമയം പോയാലും കുഴപ്പമില്ല, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി അല്ല, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിനിങ്ങാന്ന് ഞങ്ങൾ പോയത് കൊടുന്തരപ്പള്ളിയിലാണ്. ഞങ്ങൾ ആ കൊടുന്തരപ്പള്ളിയിലെ ഒരു ഭാഗം ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ, പിരായിരിയില് ഒരു പ്രദേശത്ത് ചെല്ലുമ്പോൾ 7 വയസ്സുള്ള ഒരു കുട്ടി, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും പഠിക്കാൻ നിർവാഹമില്ലാതെ പഠനം മുടങ്ങി. അച്ഛനും അമ്മയും എവിടെയാണ് എന്ന് അന്വേഷിച്ചപ്പോ അച്ഛൻ വെന്റിലേറ്ററിലാണ്, അമ്മ അച്ഛന് കാവലിരിക്കുകയാണ് കഴിഞ്ഞ 2 മാസക്കാലമായിട്ട്. ഉടുതുണിക്ക് മറുതുണിയില്ല, ഫീസ് അടയ്ക്കാൻ നിർവാഹമില്ല. അതുകൊണ്ടാണ് പഠിപ്പ് മുടങ്ങിയതെന്ന് പറഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഞാൻ പോയത് അച്ഛൻ എവിടെയാണ് അഡ്മിറ്റ് ചെയ്തതെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ കൂടെയുള്ള ആളുകളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ അവർക്ക് ഹോസ്പിറ്റലിൽ ബില്ലടച്ച് ആ അച്ഛന്റെ മൃതശരീരം ഇന്ന് രാവിലെ കൊണ്ടുവന്ന് സംസ്കരിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ പാലക്കാടിന്റെ മണ്ണില് ഇത്തരം കാര്യങ്ങളിൽ സ്ഥാനാർത്ഥിയാണെന്ന് നോക്കി ഞങ്ങളുടെ സമയം നഷ്ടപ്പെടുമെന്ന് നോക്കി പ്രതികരിക്കാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ളതാണ്. ആ പ്രതികരണമാണ് ഇന്ന് പോലീസ് അധികാരികളുടെ മുന്നിൽ നമ്മൾ വെച്ചിട്ടുള്ളത്. ഈ BJPയുടെ അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന NDAയുടെ പോയിന്റ് എന്ന് പറയുന്നത് സ്ത്രീകളെ ഈ തെരുവീതിയിലല്ല, ഒരു സ്ത്രീയെ എന്താണ് നിലനിൽക്കുന്ന നിയമം? ഒരു സ്ത്രീയെ അപമര്യാദയായി ഒരു പുരുഷൻ നോക്കിയാൽ, അവളെ മാനസികമായോ ശാരീരികമായോ പീഡിപ്പിക്കപ്പെട്ടാൽ എന്താണ് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന നിയമം? എന്താണ് ആ നിയമം എന്താണെന്ന് പറയാനുള്ള ബാധ്യത പോലീസ് അധികാരികൾക്കില്ലേ? അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുപ്പാണ് എന്ന് കരുതി ഇതെല്ലാം ഉപേക്ഷിച്ച് ഇതിനൊരു കാര്യവും പറയാതെ ഈ കേരളത്തിൽ നിലനിൽക്കാൻ സാധ്യമല്ല ഒരു സ്ത്രീക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് തന്നെയാണ് അമൽ, കൃത്യമായിട്ട് ഈ ഷാഫി പറമ്പിലിന്റെ പങ്ക് ഉൾപ്പെടെ അന്വേഷിക്കണം, അറസ്റ്റ് ചെയ്ത് ഷാഫിയെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കുറേയേറെ നേരമായി ഇവർ ഈ SP ഓഫീസിന്റെ സമീപത്ത് റോഡിൽ കുത്തിയിരിക്കുന്നു, ബാരിക്കേഡ് വെച്ച് അവർ തടഞ്ഞിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇതിൽ കൃത്യമായ ഉത്തരം പറയാതെ പിരിഞ്ഞു പോവില്ല എന്നുള്ള ശക്തമായ നിലപാടിലാണ് NDA സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനും ഒപ്പം മഹിളാ മോർച്ച പ്രവർത്തകരും. രാത്രിയിൽ ഏറെ വൈകിയുള്ള സമയത്തും സ്ത്രീ സുരക്ഷ പ്രത്യേകിച്ച് പാലക്കാട് മണ്ഡലത്തിൽ വിളിക്കലുണ്ട്, പായ കെട്ടി അവിടെ റോഡിൽ തന്നെ കിടക്കായിരുന്നു.
കാരണം രാവിലെ 6 മണിക്ക് ഇറങ്ങിയതല്ലേ. ഈ ഒരു ഷഫി പറമ്പിലിന്റെ അനുയായിയും ഷഫി പറമ്പിൽ വളർത്തിക്കൊണ്ടുവന്ന പ്രക്ഷോഭം 2 പായ കിട്ടി ഞങ്ങൾക്ക് ഇവിടെ കിടക്കാം. കാരണം രാവിലെ തൊട്ട് ഇപ്പോഴും കൃത്യമായിട്ട്, അതായത് ഈ പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, തന്റെ ആശാനാണ് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നെ ഭീഷണിപ്പെടുത്തിയതെന്ന് ഒരു ഭാഗത്തെ മൊഴിയിൽ പറയുന്നത്. മറ്റൊരു കാര്യം പറയുന്നത്, തനിക്ക് തന്റെ മുന്നിൽ വെച്ച് ഷാഫിയെ വീഡിയോ കോൾ ചെയ്തു, ഷാഫിയെ കണ്ടു, ഷാഫി തന്നെയും പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഷാഫിയുടെ വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണം വണ്ടി വിളിച്ചു വിടണേ. വണ്ടി വിളിച്ച് പറഞ്ഞയക്കും. മഹിളാ മോർച്ച രാഹുൽ എന്നൊരു MLA, പ്രക്ഷോഭ് എന്നൊരു കൗൺസിലർ, നാണമുണ്ടോ പ്രക്ഷോഭ്, രാജിവെച്ച് പോ പുറത്ത്, രാജിവെച്ച് പോ പുറത്ത്, പ്രതിഷേധം പ്രതിഷേധം, മഹിളാ മോർച്ചയുടെ പ്രതിഷേധം, മഹിളാ മോർച്ചയുടെ പ്രതിഷേധം, എന്താണ് ഇപ്പോൾ ഒരു പ്രക്ഷോഭിനെ പിടികൂടാത്താണോ പ്രധാന കാരണം പ്രതിഷേധത്തിന്? അല്ല, പിടികൂടണ്ടേ? അതായത് ഒരു പെൺകുട്ടിയെ പിച്ചി ചീന്തി എറിഞ്ഞു എന്ന് അവൾ ഈ പൊതുസമൂഹത്തോട് പ്രതികരിച്ചിട്ട് ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന സമയത്ത് ഷാഫി പറമ്പലിനെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാത്തൊരു കുട്ടിയാണെന്നും എനിക്ക് വേറൊരു നിർവാഹമില്ലാതിരുന്നുവെന്നും ഞാൻ ഭയപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നതെന്നും ഈ പോലീസ് അധികാരികളുടെയും പൊതുസമൂഹത്തിന്റെയും മുന്നിൽ ഈ പെൺകുട്ടി ബോധ്യപ്പെടുത്തിയതിനു ശേഷം എന്താണ് ആശാനെ ചോദ്യം ചെയ്യാത്തത് ഈ പാലക്കാടിലെ പോലീസ്? അപ്പൊ പാലക്കാടിലെ പോലീസ് ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. അല്ല, പ്രക്ഷോഭം ഒളിവിലാണെങ്കിൽ അങ്ങനെ പിടിക്കാൻ പറ്റാത്തവരാണോ കേരള പോലീസ്? കേരള പോലീസ് തിരുവാഭരണ കേസ് തെളിയിച്ച കേരള പോലീസ് 24 മണിക്കൂർ കൊണ്ട് മുൻ മന്ത്രി ഗുരുദാസന്റെ വീട്ടിൽ കള്ളം കയറിയപ്പോൾ കള്ളനെ പിടിച്ച പോലീസ്, മന്ത്രിയുടെ പേഴ്സ് പോയപ്പോ, ശ്രീമതി ടീച്ചറുടെ പേഴ്സ് പോയപ്പോ 3 മണിക്കൂർ കൊണ്ട് കള്ളനെ പിടിച്ച പോലീസ്. ആ പോലീസ് എന്താണ് പ്രക്ഷോഭനെ പിടിക്കാൻ പറ്റാത്തത്? പ്രക്ഷോഭിന്റെ ഒളിത്താവളം എവിടെയാണ്? ഷാഫി പറമ്പിലെ ഒളിത്താവളം തന്നെയാണ് പ്രക്ഷോഭിന്റെയും ഒളിത്താവളം. ഷാഫിയെ ചോദ്യം ചെയ്താൽ, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആശാനെ ചോദ്യം ചെയ്താൽ ആ ഒളിത്താവളം കിട്ടും. ഇപ്പൊ ഇതിൽ ഈ പരാതിയിലൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, ഷാഫി തന്റെ പ്രക്ഷോഭം ഷാഫിയെ വീഡിയോ കോൾ ചെയ്തിരുന്നു തന്റെ മുന്നിൽ നിന്ന്. അപ്പൊ ഷാഫിക്ക് ഇതൊക്കെ അറിയാമായിരുന്നു. അല്ല, ഷാഫി പങ്ക് കച്ചവടക്കാരനാണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ആർക്കാ അറിയാത്തത്? രാഹുൽ മാങ്കൂട്ടത്തിലിനെ മടിയിൽ വെച്ച് സംരക്ഷണം കൊടുത്തത് ഇതേ ഷാഫി പറമ്പിലല്ലേ? ഇതൊക്കെ സിനിമയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് സിനിമയിൽ കാണുന്ന ചില രാഷ്ട്രീയക്കാരുടെ വേഷമാണ് ഈ പാലക്കാടിലെ ക്രൂരനായിട്ടുള്ള ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നത് എന്നല്ലേ അതിനർത്ഥം? പോലീസ് രണ്ടുപേരെ സംരക്ഷിക്കുകയാണ്. അല്ല, പോലീസ് ഷാഫിയെ ചോദ്യം ചെയ്യണം. ഈ പെൺകുട്ടി പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഷാഫിയുടെ റോൾ എന്തായിരുന്നു എന്നതിനെ കുറിച്ച് എന്തുകൊണ്ട് കേരള പോലീസ് ഷാഫിയെ ചോദ്യം ചെയ്യുന്നില്ല? അതാണ്. ഇവിടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, സ്ഥാനാർത്ഥി അങ്ങനെ ചിരിച്ച് സുസ്മേര വദനനായി നടന്നാൽ മതിയോ? ഈ പാലക്കാടിലെ പെൺകുട്ടികൾക്ക് ഇത്തരമൊരു സാഹചര്യം കോൺഗ്രസിന്റെ നേതൃത്വത്തെ കൊണ്ടുണ്ടായിട്ട് ഷാഫി കുറ്റക്കാരനാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് മുൻ MLA-യുടെ ചെയ്തികൾ തന്നെയാണ് ഇവിടുത്തെ കൗൺസിലറും ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ട് വാ തുറന്ന ഒരു അക്ഷരം മിണ്ടാനുള്ള ആണത്തം നട്ടല് ഇവിടെ മത്സരിക്കുന്ന UDF-ന്റെ സ്ഥാനാർത്ഥി ഈ നിമിഷം വരെ കാണിച്ചിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇതിൽ പ്രധാനമായും കൗൺസിലറായിട്ടുള്ള പ്രക്ഷോഭത്തിനെതിരെ നടപടിയെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഷാഫിയെ സംരക്ഷിക്കുന്നത്. കാരണം ഈ പ്രക്ഷോഭത്തിനെതിരെ പരാതി നൽകിയ ഷാഫിക്കെതിരെ കൂടിയാണ് പല പരാമർശങ്ങളും. ചെയ്യാനൊന്നുമില്ല, പായ ഉടനെ നമ്മുടെ വിരിച്ചു കിടക്കുക സ്ഥാനാർത്ഥി. അത് കുഴപ്പമുണ്ടോ? ബാരിക്കേഡിന്റെ മുന്നിൽ കിടക്കുക തന്നെ. അല്ല, SP-യുടെ മായാലും കൊഴുക്കട്ടെ ഒന്നുമില്ലോ. അല്ലല്ല, ഒരു മിനിറ്റ്. പാലക്കാട് SP-യുടെ വായാലും കൊഴുക്കട്ട തിരികിയിട്ടില്ലല്ലോ. സംസാരിക്കട്ടെ. കേരളത്തിലെ സ്ത്രീത്വത്തോട് മറുപടി പറയണം. എന്താണ് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം? ചോദ്യം ചെയ്യാൻ തയ്യാറുണ്ടോ ഇല്ലയോ? അതിന് മറുപടി പറയണം ഇവിടുത്തെ പോലീസ്. കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ,
ഇവിടുത്തെ സ്ത്രീ സുരക്ഷ ഒരുക്കി കൊടുക്കും. പാലക്കാട്ടിലെ പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വം വേണ്ടേ? പാലക്കാട്ടെ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പൊ ഈ പോലീസിനകത്ത് ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് ഓശാന പാടുന്നവരുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? ആ പരിശോധന നടത്തണം. എനിക്ക് താല്പര്യമുണ്ടോ? രാവിലെ 6 മണിക്ക് ഫീൽഡിൽ ഇറങ്ങിയ സ്ഥാനാർത്ഥിയാണ് ഞാൻ. എനിക്ക് ആഗ്രഹമുണ്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കണം എന്ന് പാതിരാത്രിക്ക്? ആ താല്പര്യമില്ല. പക്ഷേ പാലക്കാടിൽ പെൺകുട്ടികളെ നശിപ്പിക്കാൻ തീരുമാനിച്ചുകൊണ്ട് അവരുടെ മാംസത്തിന് വില പറഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഇത്തരത്തിലുള്ള ക്രൂരന്മാർ ഉണ്ടായിരുന്നു എന്നല്ലേ അതിനർത്ഥം? ആ ക്രൂരന്മാരെ സഹായിക്കാൻ ഈ പോലീസിനകത്ത് ആളുണ്ടായിരുന്നു എന്നല്ലേ അർത്ഥം? പോലീസിനകത്ത് ആളില്ലെങ്കിൽ എന്തുകൊണ്ടാണ് പോലീസ് പിടിക്കാത്തത്? എന്താ പ്രക്ഷോഭനെ പിടിക്കാത്തത്? പ്രക്ഷോഭ എവിടെ പോയി? ഒളിവിൽ പോയി. ഇനി നിങ്ങൾക്ക് പാലക്കാട് ഇങ്ങനെയുള്ള പെണ്ണുപിടിയന്മാർക്ക് തെരുവിലിറങ്ങി നടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പോലീസ് അധികാരികളോടാ പറയുന്നത്. ഇവിടെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞാൽ ഇതിപ്പോ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടമാണ്. ഒരാൾ അവിടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് കലാപരിപാടി നടത്തുകയാണ്. അതവിടെ നടത്തിക്കൊണ്ടിരിക്കുക ഒരു ഭാഗത്ത്. നമ്മൾ രാവിലെ മുതൽ പബ്ലിക്കിന്റെ ഇടയിൽ ഇറങ്ങി ജനങ്ങളുമായിട്ട് സംസാരിച്ച് അത് കഴിഞ്ഞ് നമുക്ക് ആഗ്രഹമുണ്ടോ അവിടെ ഇരിക്കണമെന്ന്? എനിക്ക് ആഗ്രഹമുണ്ടോ നിങ്ങൾ എവിടെ ഇരുത്തണമെന്ന്? എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് എന്നേക്കാൾ പ്രധാനപ്പെട്ടതാണ് എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള സ്ത്രീകൾ. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഒരുപാട് ആളുകളുണ്ടല്ലോ, അവര് പറയട്ടെ. പോലീസ് പാലക്കാടിലേക്ക് പെൺകുട്ടികൾ പരാതിയുമായിട്ട് വന്നാൽ ആ പരാതി പരിശോധിക്കാൻ പറ്റാത്ത പോലീസ് അധികാരികൾ ഉണ്ടെങ്കിൽ അതിനി നടക്കില്ല. ലോകമറിയപ്പെടുന്ന ഓസ്കാർ അവാർഡ് കിട്ടിയ ശ്രീമാൻ വീരമണി അദ്ദേഹം ഉൾപ്പെടെയുള്ള വലിയ വലിയ ആളുകൾ ഇരിക്കുന്ന ഒരു വേദിയിലേക്ക് ക്ഷണിച്ചിട്ട് അവിടെ ഒരു 15 മിനിറ്റ് സമയം പോലും ഞാൻ ഇരുന്നില്ല. കാരണം എനിക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. അവിടെ ചിത്ര ചേച്ചിയുണ്ട്, ശ്രീമാൻ മധു ബാലകൃഷ്ണൻ ഉണ്ട്, അവിടെ അനൂപുണ്ട്, എനിക്ക് തെരഞ്ഞെടുപ്പ് ഗാനം പോലും എഴുതി തന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ഇവരെല്ലാം ഇത്രയും വലിയൊരു പരിപാടി അവിടെ നടക്കുമ്പോൾ ആ പരിപാടിയിൽ ഇരിക്കാനുള്ള മനസാന്നിധ്യം പോലും ഇല്ലാതെ ഞാൻ ഇവിടേക്ക് വന്നത്. ആ പെൺകുട്ടിക്കും ആളുണ്ട്, പോലീസ് മനസ്സിലാക്കിക്കോ. ആ പെൺകുട്ടിക്ക് അവളുടെ പിറകിലും ആളുണ്ട്. അവൾക്ക് അച്ഛനില്ല, അമ്മയില്ല. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആ പെൺകുട്ടിക്ക് അമ്മയായി വർത്തിക്കാൻ ശോഭാ സുരേന്ദ്രന് സാധിക്കും. നിങ്ങളൊന്നും ആരും പോണ്ട. നിങ്ങൾ അവിടെ പായ വിരിച്ച് കിടക്കുക, ഞങ്ങൾ റോട്ടിൽ പായ വിരിച്ച് കിടക്കുക. എന്താ നിങ്ങൾ ബാരിക്കേഡ് വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ അവിടെ അകത്ത് കിടക്കുക. വേറെ വഴിയുണ്ടോ അവർക്ക് പുറത്തേക്ക് പോവാൻ? ജീപ്പ് അപ്പുറത്തുണ്ട് അല്ലേ? ഓ അപ്പൊ പിന്നെ അവര് സൂചിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതിൽ കൂടെ അവര് പോവും. അപ്പൊ പാലക്കാട് പോലീസിന് ചരമഗീതം പാടിയിട്ട് പരിപാടി അരമണിക്കൂർ കഴിയുമ്പോ അവസാനിപ്പിക്കാം. ഒരുപാട് നല്ല പോലീസുകാരുണ്ടല്ലോ ഇവരുടെ ഇടയിൽ, ഒരുപാട് മനുഷ്യത്വമുള്ള നല്ല പോലീസുകാർ. നിങ്ങൾ ആരെ പേടിച്ചിട്ടാണ് നട്ടല്ല അരിവാള് പോലെ വളച്ച് ഈ നാണം കെട്ടവന്മാരുടെ മുന്നിൽ നിൽക്കുന്നത്? ഇത്രയും നല്ല യൂണിഫോം അണിഞ്ഞ് തലയിൽ തൊപ്പി വെച്ച് ഇവിടുത്തെ പെൺകുട്ടികളുടെ അച്ഛനോ സഹോദരനോ അല്ലെങ്കിൽ അവരുടെ സംരക്ഷണ കവചമോ ആയി മാറേണ്ട ഈ പോലീസ്, നിങ്ങൾക്ക് ഹൃദയം എന്ന് പറയുന്ന ഒരു സാധനമുള്ളവര് ഇതിലില്ലേ? അങ്ങനെയുള്ളവർ പറയണം പ്രക്ഷോഭനെ പിടിക്കാൻ. ഷാഫി പറമ്പിൽ സുൽത്താൻ, വടകരയ്ക്ക് വണ്ടി കയറിപ്പോയ സുൽത്താനെ ചോദ്യം ചെയ്യണം. അതിന് പറയാനുള്ള ആർജവം കേരള പോലീസിന് ഉണ്ടാവണം.
പ്രതിഷേധം 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 ബിജെപിയുടെ പ്രതിഷേധം മഹിളാ മോർച്ചയുടെ പ്രതിഷേധം ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് മഹിളാ മോർച്ച ജയ് ജയ് മഹിളാ മോർച്ച നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ പാവപ്പെട്ടൊരു ദളിത് യുവതിയെ പാവപ്പെട്ടൊരു ദളിത് യുവതിയെ പിച്ചിച്ചീന്തിയ പ്രക്ഷോഭേ പിച്ചിച്ചീന്തിയ പ്രക്ഷോഭേ പിച്ചിച്ചീന്തിയ പ്രക്ഷോഭേ പിച്ചിച്ചീന്തിയ പ്രക്ഷോഭേ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ പാവപ്പെട്ടൊരു ദളിത് യുവതിയെ പാവപ്പെട്ടൊരു ദളിത് യുവതിയെ പിച്ചിച്ചീന്തിയ പ്രക്ഷോഭേ പിച്ചിച്ചീന്തിയ പ്രക്ഷോഭേ കാമഭ്രാന്ത പ്രക്ഷോഭേ കാമഭ്രാന്ത പ്രക്ഷോഭേ ഇല്ല നിനക്ക് മാപ്പില്ല ഇല്ല നിനക്ക് മാപ്പില്ല ഇല്ല നിനക്ക് മാപ്പില്ല ഇല്ല നിനക്ക് മാപ്പില്ല നീയും നിന്റെ ആശാന്മാരും നീയും നിന്റെ ആശാന്മാരും നീയും നിന്റെ ആശാന്മാരും നീയും നിന്റെ ആശാന്മാരും ചേർന്നു നടത്തിയ പീഡന കഥകൾ ചേർന്നു നടത്തിയ പീഡന കഥകൾ പാലക്കാട്ടിൻ ഭാവി തുലയ്ക്കും പാലക്കാട്ടിൻ ഭാവി തുലയ്ക്കും പാലക്കാട്ടിൻ ഭാവി തുലയ്ക്കും പാലക്കാട്ടിൻ ഭാവി തുലയ്ക്കും എംഎൽഎയും കൗൺസിലറും എംഎൽഎയും കൗൺസിലറും എംഎൽഎയും കൗൺസിലറും എംഎൽഎയും കൗൺസിലറും കൂട്ടുനിൽക്കാൻ ഷാഫിയും കൂട്ടുനിൽക്കാൻ ഷാഫിയും കൂട്ടുനിൽക്കാൻ ഷാഫിയും കൂട്ടുനിൽക്കാൻ ഷാഫിയും കുടപിടിക്കാൻ രാഹുലും കുടപിടിക്കാൻ രാഹുലും കുടപിടിക്കാൻ രാഹുലും കുടപിടിക്കാൻ രാഹുലും പാലക്കാട്ടെ വോട്ട് വാങ്ങിയ പാലക്കാട്ടെ വോട്ട് വാങ്ങിയ പീഡനവീര രാഹുലേ പീഡനവീര രാഹുലേ പീഡനവീര പ്രക്ഷോഭേ ഇല്ല നിനക്ക് മാപ്പില്ല ഇല്ല നിനക്ക് മാപ്പില്ല ഇല്ല നിനക്ക് മാപ്പില്ല ഇല്ല നിനക്ക് മാപ്പില്ല അയ്യയ്യോ ഇത് നാണക്കേട് അയ്യയ്യോ ഇത് നാണക്കേട് അയ്യയ്യോ ഇത് നാണക്കേട് അയ്യയ്യോ ഇത് നാണക്കേട് നാടോ മാനമുളുപ്പുണ്ടെങ്കിൽ നാടോ മാനമുളുപ്പുണ്ടെങ്കിൽ രാജിവെക്കപ്പോ പുറത്ത് രാജിവെക്കപ്പോ പുറത്ത് രാജിവെക്കപ്പോ പുറത്ത് രാജിവെക്കപ്പോ പുറത്ത് പ്രതിഷേധം 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 ബിജെപിയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം മഹിളാ മോർച്ചയുടെ പ്രതിഷേധം മഹിളാ മോർച്ചയുടെ പ്രതിഷേധം 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 ബിജെപിയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി ജയ് ജയ് മഹിളാ മോർച്ച ജയ് ജയ് മഹിളാ മോർച്ച ജയ് ജയ് മഹിളാ മോർച്ച ജയ് ജയ് മഹിളാ മോർച്ച വെള്ളമാണ് പ്രതിഷേധം 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 ബിജെപിയുടെ പ്രതിഷേധം മഹിളാ മോർച്ചയുടെ പ്രതിഷേധം നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ പാവപ്പെട്ടൊരു ദളിത് യുവതിയുടെ പാവപ്പെട്ടൊരു ദളിത് യുവതിയെ പിച്ചിച്ചീന്തിയ പ്രക്ഷോഭേ പിച്ചിച്ചീന്തിയ പ്രക്ഷോഭേ കാമഭ്രാന്ത പ്രക്ഷോഭേ ഇല്ല നിനക്ക് മാപ്പില്ല ഇല്ല നിനക്ക് മാപ്പില്ല നീയും നിന്റെ ആശാന്മാരും നീയും നിന്റെ ആശാന്മാരും ചേർന്ന് നടത്തിയ പീഡന കഥകൾ ചേർന്ന് നടത്തിയ പീഡന കഥകൾ പാലക്കാട്ടിൻ ഭാവി തുലയ്ക്കും പാലക്കാട്ടിൻ ഭാവി തുലയ്ക്കും എംഎൽഎയും കൗൺസിലറും എംഎൽഎയും കൗൺസിലറും കൂട്ടുനിൽക്കാൻ ഷാഫിയും കൂട്ടുനിൽക്കാൻ ഷാഫിയും കുടപിടിക്കാൻ രാഹുലും കുടപിടിക്കാൻ രാഹുലും പാലക്കാട്ടെ വോട്ട് വാങ്ങി പീഡനവീര രാഹുലേ പീഡനവീര പ്രക്ഷോഭേ ഇല്ല നിനക്ക് മാപ്പില്ല ഇല്ല നിനക്ക്
മാപ്പില്ല അയ്യയ്യേ ഇത് നാണക്കേട് അയ്യയ്യേ ഇത് നാണക്കേട് നാണോ മാനമുളുപ്പുണ്ടെങ്കിൽ അല്ലല്ല ഇവര് ഡിവൈഎസ്പി സംസാരിക്കാൻ വരും സംസാരിച്ചു രാജിവെക്കാൻ പോകുന്നത് ബിജെപിയുടെ അവിടെ ഒരു ഭാഗം നമ്മുടെ പ്രവർത്തകർക്ക് ഇരിക്കാലോ. മഹിളാ മോർച്ചയുടെ പ്രതിഷേധം മഹിളാ മോർച്ചയുടെ പ്രതിഷേധം ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി ജയ് ജയ് മഹിളാ മോർച്ച ജയ് ജയ് മഹിളാ മോർച്ച ജയ് ജയ് മഹിളാ മോർച്ച ജയ് ജയ് മഹിളാ മോർച്ച. ആയ നേരത്തെ കിടക്കട്ടെ. കാലത്ത് 6 മണിക്ക് ഫീൽഡിൽ ഇറങ്ങിയതാ. നടുവനുസരിച്ച് വയ്യ. അവിടെ തിരിച്ചോളോ. കുറച്ചങ്ങോട്ട് മാറിയിട്ടേ ചേച്ചി നിങ്ങൾ കുറച്ച് നമുക്ക് എല്ലാവർക്കും കിടക്കാം. കാര്യമായിട്ടാണ് ഞാൻ പറയണത്. 6 മണിക്ക് തുടങ്ങിയതാണ് പണി. 6 മണിക്ക് തുടങ്ങിയതാണ് പണി. അപ്പൊ ഈ ബാരിക്കേഡ് വെക്കേണ്ട എന്താ അത്യാപത്തം അവിടെ ഉള്ളത്? സ്ത്രീകളുടെ ഒരു സമരത്തിന് പേപ്പർ മാറ്റി അവിടെ വിരിച്ചോളോ. എന്തായാലും അറ്റം വരെ വിളിക്കുക. ബാരിക്കേഡ് വെച്ചിട്ടുണ്ടല്ലോ. എന്റെ കൃഷ്ണ നമ്മുടെ ഷാള് കുറച്ച് കൊടുന്ന മേത്തടാം. ചേച്ചി കിടന്നോളൂ കുറച്ചു നേരം. വേണ്ടേ മേത്ത് തുണിയിരുന്നോ? അല്ല ആ ഷാള് കൊണ്ടുവരൂ വിമോദേ. ലൈവാണ്. ലൈവ് പിടിച്ചിരിക്കുകയാണ്. വേറെ ആളെ മാറ്റി കൊടുക്കോ? അവിടെ ആർക്കേലും കൊടുത്തിട്ട് കുറച്ച് തുണി കൊണ്ടുവരും മേത്തെടുത്ത്. ഇവിടെ ഒതുങ്ങി കൂടിയിരുന്ന അവരാ സൈഡ് കൂടെ കടന്നു പോകും. അല്ല കിടക്കാൻ പറ്റില്ല. അങ്ങനെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ ഹലോ ഹലോ ഞാൻ തന്നെ മൈക്ക് മൈക്ക് നമ്മുടെ വിഷയത്തിൽ നിന്ന് മുഴുവൻ ആളുകൾ പറയും. ചേച്ചി ആ ഷോൾ എടുത്തിട്ടാ
രാജോട്ടാ 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 ഈ പുറകെ നിൽക്കുന്ന ആൾക്കാരെ കൊടുക്ക കൊടുക്ക അങ്ങോട്ട് കൊടുക്ക അങ്ങോട്ട് കൊടുക്ക ഇട്ട് കൊടുക്ക ഇതെടുക്കില്ലേ ഇതെടുക്കില്ലേ എല്ലാവർക്കും കൊടുക്കേ അതിന് അത് കൊടുക്ക അത് കൊടുക്കൂ ആ അതന്നെ വിരിച്ചു കൊടുക്കൂ ചേച്ചി ഒന്നും വിടർത്തി കൊടുക്കും വിടർത്തി കൊടുക്കൂ വിടർത്തി കൊടുക്കൂ വിടർത്തി കൊടുക്കൂ